തൃശ്ശൂർ നമ്മൾ വിചാരിക്കുന്ന മാതിരിയൊന്നുമല്ല കേട്ടോ. തൃശ്ശൂർ ഒരു വലിയ സംഭവം തന്നെയാണ്. നിലവിൽ കേരളത്തിലെ 4ാമത്തെ ഏറ്റവും വലിയ നഗരമാണ് തൃശ്ശൂർ. കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനവും തൃശ്ശൂർ തന്നെ. കേരളത്തിൻ്റെ GDPയിൽ 2ാം സ്ഥാനം തൃശ്ശൂരിനാണ്, കൊച്ചി കഴിഞ്ഞാൽ. ഒരു കാര്യം ഓർക്കണം, തൃശ്ശൂർ ഒരു മറ്റുള്ള ജില്ലകൾക്ക് ഉള്ള പോലെ വലിയൊരു നദിയോ അല്ലെങ്കിൽ പോർട്ടോ എയർപോർട്ടോ ഇതൊന്നും തൃശ്ശൂരിനില്ല. ഒരു വലിയ IT പാർക്കില്ല, കിൻഫ്ര പാർക്കില്ല, ഇതൊന്നും ഇല്ലാതെയാണ് തൃശ്ശൂർ GDPയിൽ 2ാം സ്ഥാനം നേടിയിട്ടുള്ളത്. കാരണം മറ്റൊന്നുമില്ല, നമ്മുടെ ഇവിടെ നടക്കുന്ന ബിസിനസ്, ആ ബിസിനസ്സിൻ്റെ ഒരു സ്ട്രെങ്ത്താണ് തൃശ്ശൂരിന് GDPയുടെ കാര്യത്തിലുള്ളത്. ഇന്ത്യയിൽ മുംബൈ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏറ്റവും അധികം കമേഴ്ഷ്യൽ ബാങ്കുകളുടെ ഹെഡ് ഓഫീസുള്ള നഗരം കൂടിയാണ് തൃശ്ശൂർ. ബാങ്കുകൾ ഏതാണെന്നൊക്കെ അറിയാലോ നിങ്ങൾക്ക്. സൗത്ത് ഇന്ത്യൻ ബാങ്ക്, കത്തോലിക് സിറിയൻ ബാങ്ക്, ധനലക്ഷ്മി ബാങ്ക്, ഇസാഫ് ബാങ്ക്, പിന്നെ ഒരു വലിയ NBFC മണപ്പുറത്തിൻ്റെ ഹെഡ് ഓഫീസ് തൃശ്ശൂർ ജില്ലയിലാണ്, വലപ്പാടാണ്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കുക, ഈസ് ഓഫ് ലിവിങ് ഇൻഡെക്സ്. വളരെ സുഖമായിട്ട് ജീവിക്കാൻ പറ്റിയ നഗരങ്ങളുടെ ഒരു പട്ടികയാണത്. ഈസ് ഓഫ് ലിവിങ് ഇൻഡെക്സിൽ തൃശ്ശൂർ ഇന്ത്യയിൽ തന്നെ 7ാമതാണ്. ഇന്ത്യയിൽ ഏറ്റവും അധികം ജ്വല്ലറീസ് ഉള്ളതും തൃശ്ശൂർ തന്നെയാണ്. പിന്നെ പല വലിയ ബ്രാൻഡുകളും തൃശ്ശൂരിൽ നിന്നാണ് ഉയർന്നു വന്നിട്ടുള്ളത്. ലുലു ഇൻ്റർനാഷണൽ, കല്യാൺ, ആലുക്കാസ്, വി-ഗാർഡ്, നന്ദിലത്ത്, ചെമ്മണ്ണൂർ, ഉജാല, KP നമ്പൂതിരീസ്, മെഡിമിക്സ്, ചന്ദ്രിക, വൈദ്യരത്നം, സീതാറാം ആയുർവേദ, അങ്ങനെ എത്ര ബ്രാൻഡുകൾ. 5 സ്റ്റാർ ഹോട്ടലുകൾക്കും ഒരു കുറവുമില്ലാത്ത നഗരമാണ് തൃശ്ശൂർ. ജോയ്സ് പാലസ്, ഹയാത്ത്, റാഡിസൺ, ഗരുഡ, അങ്ങനെ പോകുന്ന ലിസ്റ്റ്. NH66ഉം NH544 കടന്നു പോകുന്ന ജില്ല കൂടിയാണ് തൃശ്ശൂർ. കേരളത്തിലെ ഏറ്റവും വലിയ കൺവെൻഷൻ സെൻറ്ററുകളിലൊന്ന് തൃശ്ശൂരാണ്, ലുലു ഇൻ്റർനാഷണൽ. അതുപോലെ തന്നെ കേരളത്തിലെ ഏറ്റവും വലിയ ഇൻ്റഗ്രേറ്റഡ് ടൗൺഷിപ്പ് തൃശ്ശൂരാണ്, ശോഭ സിറ്റി. കേരളത്തിലെ ഏറ്റവും വലിയ മാളുകളിലൊന്നും തൃശ്ശൂരുണ്ട്, ഹൈലൈറ്റ് മാൾ. പിന്നെ വേറൊരു കാര്യം പറയുകയാണെങ്കിൽ, ഇന്ത്യയിൽ ടയർ 2 നഗരങ്ങളിൽ ഏറ്റവും അധികം ശതകോടീശ്വരന്മാരുള്ള നഗരമാണ് തൃശ്ശൂർ. ഏറ്റവും പുതിയ ലിസ്റ്റ് പ്രകാരം സംസ്ഥാനത്ത്, അതായത് കേരളത്തിൽ ഏറ്റവും അധികം ഇക്കണോമിക് ഔട്ട്പുട്ട് നൽകുന്ന നഗരങ്ങളിൽ 2ാം സ്ഥാനമാണ് തൃശ്ശൂരിന്. 1ാം സ്ഥാനം കൊച്ചിക്കാണ്. നഗരമല്ല, ജില്ല എന്ന് തന്നെ പറയേണ്ടി വരും. ഗ്രോസ് വാല്യൂ ആഡഡ് പ്രകാരമാണ് തൃശ്ശൂരിന് ഈ 2ാം സ്ഥാനം. ഇതിൽ ഏറ്റവും വലിയ കാര്യം എന്ന് വെച്ചാൽ, ഞാൻ ഒന്നുകൂടി പറയാണ്, തൃശ്ശൂർ ഒരു എയർപോർട്ടില്ല, പോർട്ടില്ല, ഒരു നല്ലൊരു പോഷകനദി ഇല്ല, തൃശ്ശൂർ നഗരത്തിനടുത്തൊന്നുമില്ല. ഒരു വലിയ ഇൻഡസ്ട്രിയൽ പാർക്ക് തൃശ്ശൂരിന് അനുവദിച്ചിട്ടില്ല, കിൻഫ്ര പോലുള്ള ഒന്നും. അതുപോലെ തന്നെ വലിയൊരു IT പാർക്കില്ല. നമുക്ക് ആകെയുള്ളൊരു IT പാർക്ക് എന്ന് പറഞ്ഞാൽ കൊരട്ടിയിലാണ്, അതും കൊച്ചി IT പാർക്കിൻ്റെ എക്സ്റ്റൻഷനാണ്. ഇതൊന്നുമില്ലാതെ തന്നെ GDPയിലും ഗ്രോസ് വാല്യൂ ആഡഡിലൊക്കെ തൃശ്ശൂരിൻ്റെ പ്രകടനം ശരിക്കും എടുത്ത് പറയേണ്ടത് തന്നെയാണ്. ഇനി തൃശ്ശൂർക്കാർ കാത്തിരിക്കുന്ന വലിയൊരു റെയിൽവേ സ്റ്റേഷൻ, എയിംസ്, കൊച്ചി തൃശ്ശൂർ മെട്രോ, ഇതെല്ലാം വളരെ വേഗത്തിൽ നടക്കട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.